ജനാർദ്ദന കുറിപ്പാണ്. വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള പുസ്തകത്തിൽ നിന്നും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണായാമങ്ങളും മുദ്രകളും എന്നുള്ള രുദ്രയാമത്തിൽ നിന്ന് എടുത്തതാണ്. ബന്ധങ്ങളും മുദ്രകളും ഏറ്റവും വിശേഷപ്പെട്ട യോഗക്രിയകളാണ് ബന്ധങ്ങളും മുദ്രകളും. ഇവയെ ഓരോന്നായി ചുരുക്കി പറയാം. ഒന്ന് മൂലബന്ധം. ബുധവും ലിംഗവും ഒരുമിച്ച് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് അവയുടെ ദ്വാരങ്ങളെ ബന്ധിക്കുന്നതാണ് മൂലബന്ധം. ഇടത് കാലിൻ്റെ ഉപ്പുറ്റുകൊണ്ട് ബുധത്തിനും ലിംഗത്തിനും ഇടയിൽ നന്നായി കയറ്റി വെച്ച് ബുധത്തിനും ലിംഗത്തിനും ഇടയ്ക്കുള്ള ഭാഗം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. ഇതുമൂലം താഴേക്ക് പോകുന്ന അപാനവായ ബലത്തോടുകൂടി സാവധാനം മുകളിലേക്ക് കയറി തുടങ്ങുന്നു. ഇതാണ് മൂലബന്ധം. സിദ്ധാസനത്തിലിരുന്നാൽ ഈ ബന്ധം വളരെ ഭംഗിയായി ചെയ്യാനാകും. ബുധത്തിനും ലിംഗത്തിനും ഇടയിൽ അല്പം തടിച്ച ഒരു രേഖ പോകുന്നുണ്ട്. ഇതിന് ശിവനി എന്നാണ് പേര്. ഇതിലാണ് ഉപ്പിറ്റ് ഞെക്കി വയ്ക്കേണ്ടത്. സ്ത്രീകൾക്ക് യോനിയിലെ ഏറ്റവും താഴെ ഭാഗത്ത് തന്നെ ഞെക്കി വയ്ക്കാം. മൂലബന്ധം മറ്റ് ആസനങ്ങളിൽ ഇരുന്നും ചെയ്യാവുന്നതാണ്. നിന്നും ഇരുന്നും വജ്രാസനത്തിലിരുന്നും കിടന്നും മൂലബന്ധം ചെയ്യുന്നതിന് പ്രത്യേക വിധികളുണ്ട്. ഫലം: അപാനവായു മുകളിലേക്ക് പോയി പ്രാണവായുമായി കൂടിക്കലരുന്നു. ഇത് കുണ്ടലിനി ശക്തി ഉണർത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ്. മലബന്ധം ഇല്ലാതാകും. ജഠരാഗ്നി ഉദ്ദീപിക്കട്ട് നല്ല ദഹനശക്തി ഉണ്ടാകും. ശുക്ലവീര്യം ഉയർന്ന് മുകളിൽ ലലനാ ചക്രത്തിൽ ചെന്ന് ചേരുന്നതിന് ഉത്തമമാകുന്നു. സാധകന്മാർ മിക്കപ്പോഴും പ്രാർത്ഥന, ഭക്ഷണത്തിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് എല്ലാം മൂലബന്ധം ചെയ്യുന്നു. ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ മൂലബന്ധം ചെയ്ത് കുണ്ടലിനി ശക്തി ഉണർത്തി മുഖത്തും നെറ്റിൽ നിർത്തി സംസാരിക്കുന്ന നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കുന്നു. ഉഡ്ഡ്യാനബന്ധം. പത്മാസനത്തിലിരുന്ന് ഉള്ളംകാലുകൾ മലർത്തി വെച്ച് പൊക്കിളിന് മുകളിലും താഴെയുമായി 8 വിരൽ വീതിയിൽ വയർ ബലമായി ഉള്ളിലേക്ക് വലിച്ച് നട്ടിനോട് ചേർക്കാം. എത്രത്തോളം പൊക്കിൾ ഭാഗം ഉള്ളിലേക്ക് വലിച്ച് നട്ടിനോട് ചേർക്കാനാകും അത്രത്തോളം ഉഡ്ഡ്യാനബന്ധം ശരിയായിരിക്കും. ഇതുമൂലം പ്രാണൻ പക്ഷിയെപ്പോലെ സുഷുമ്നയിലൂടെ മുകളിലേക്ക് പറക്കുന്നു. അതിനാലാണ് ഉഡ്ഡ്യാനബന്ധം എന്നറിയപ്പെടുന്നത്. എഴുന്നേറ്റൊന്നും ചെയ്യാവുന്നതാണ്. ഉഡ്ഡ്യാനബന്ധം കൊണ്ട് ശുക്രൻ മുകളിലേക്ക് ഓജസ്സായി കയറുന്നു. ദഹനക്കുറവുണ്ടാക്കുന്ന അഗ്നാഗ്നി മറ്റും മാറും. വിശപ്പ് അധികമാകും. ജഠരാഗ്നി വർദ്ധിക്കും. ശ്വാസകോശം ശക്തിപ്പെടും. ജാലബന്ധനബന്ധം. കഴുത്ത് മുന്നോട്ട് വളച്ച് ചുരുക്കി കണ്ഠകൂപത്തിൽ താടി ബലമായി ചേർത്ത് വയ്ക്കുക. നെഞ്ച് മുന്നോട്ട് തള്ളിപ്പിടിക്കുക. ഈ ബന്ധനം കണ്ഠസ്ഥാനത്തെ നാഡീസമൂഹത്തെ ബന്ധിച്ചു വയ്ക്കുന്നു. അതിനാൽ ഈ ബന്ധത്തെ ജാലന്ധരബന്ധം എന്ന് പറയുന്നു. ഫലം: ശബ്ദം മധുരതരമായിത്തീരുന്നു. ആകർഷകരമായിത്തീരും. കഴുത്ത് മടക്കി പിടിക്കുന്നതിനാൽ ഇടാനാടിയും പിംഗളാനാടിയും ബന്ധിക്കുന്നു. അതിനാൽ പ്രാണന് സുഷുമ്നയിലൂടെ പോകേണ്ടി വരും. സാധാരണ എല്ലാ ആസനങ്ങളും മുദ്രകളും പ്രാണായാമങ്ങളും മൂലബന്ധത്തോടൊപ്പമാണ് ചെയ്യേണ്ടത്. രാജയോഗത്തിൽ ധ്യാനാവസ്ഥയിൽ ജാലന്ധരബന്ധം കുറഞ്ഞ സായം മാത്രം ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. മഹാബന്ധം. മഹാബന്ധത്തിന് 2 തരത്തിലുള്ള വിധിയുണ്ട്. ആദ്യത്തേത് പറയാം. ഇടതുപാദം മടക്കി ഉപ്പൂറ്റ് ബുധത്തിനും ലിംഗത്തിനും ഇടയ്ക്കുള്ള സ്ഥാനത്ത് ചേർത്ത് വെച്ച് വലതുകാൽ മടക്കി ഇടത് തുടയിന്മേൽ വെച്ച് മുട്ടുകൾ നിലത്തോട് തൊടുവിച്ച് വിധം ഇരിക്കുക. കൂടുതൽ തുറന്ന് മൂക്കിലൂടെ ശ്വാസം സാവധാനം വലിച്ച് പൂരകം ചെയ്ത് ജാലന്ധരബന്ധം ചെയ്യുക. എന്നിട്ട് മൂലദ്വാരം കൊണ്ട് വായുവിനെ മുകളിലേക്ക് ആകർഷിച്ച് മൂലബന്ധം ചെയ്യുക. മനസ്സ് സുഷുമ്ന നാഡിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യഥാശക്തി കുംഭം ചെയ്യുക. പിന്നീട് പൂരകം ചെയ്തതല്ലാത്ത മറ്റേ മൂക്കിൻ ദ്വാരം കൊണ്ട് സാവധാനം ശ്വാസം വിടുക. രചന ഈ വിധമാണ് അനുലോമ വിലോമ പ്രാണായാമം പോലെ സമവായ പ്രാണായാമം ചെയ്യുക. രണ്ടാമത്തെ വിധി പറയും. പത്മാസനത്തിലും സിദ്ധാസനത്തിലും ഇരിക്കണം. യോനിയും ബുധവും സങ്കോൽപ്പിച്ച് അപാനവായുവിനെ മുകളിലേക്ക് കയറ്റണം. ആഭിയിലുള്ള സമാനവായുവുമായി ചേർക്കണം. ഹൃദയസ്ഥാനത്ത് പ്രാണവായുവിനെ അധോമുഖമായി കൊണ്ട് അപാന സമാന വായുക്കളോട് ചേർത്ത് നാഭിദേശ ശക്തിയെ കുംഭം ചെയ്യണം. ഗുണഫലം: പ്രാണൻ്റെ മുകളിലേക്കുള്ള യാത്ര, വീര്യശുദ്ധി, ശുക്ലശുദ്ധി, പിംഗല, സുഷുമ്ന എന്നിവയുടെ സംഗമുണ്ടാവുക, ബലം വർദ്ധിക്കുക തുടങ്ങിയ മഹാബന്ധത്തിൻ്റെ ഗുണങ്ങളാണ്. മഹാഭേദം. മഹാഭേദം 2 പ്രകാരത്തിലുണ്ട്. മഹാബന്ധത്തിൻ്റെ ആദ്യവിധി പ്രകാരം മൂലബന്ധം ചെയ്ത് കുംഭകം ചെയ്യുക. 2 കൈകളും നിലത്ത് ബലമായി കുത്തി ശരീരാകെ ദൂതവും കാലവും ഇരിപ്പിൽ നിന്ന് ഉയർത്തുക. എന്നിട്ട് ചന്തി നിലത്ത് പതുക്കെ ഇടിക്കുക. വീണ്ടും പൊന്തിച്ചിടിക്കുക. താടനക്രിയ. പ്രാണൻ, ഇട, പിംഗല എന്നിവ വിട്ട് കുണ്ടലിനെ ഉണർത്തി സുഷുമ്നയുടെ മുകളിലേക്ക് പോവുകയാണെന്ന് കരുതാം. പിന്നീട് ശ്വാസം മഹാബന്ധത്തിൽ പറഞ്ഞു ശ്വാസം. രണ്ടാമത്തെ വിധി പ്രഭാസത്തിൽ മൂലബന്ധം ചെയ്ത് അപാനവായും പ്രാണനും നാഭിസ്ഥാനത്ത് 2 കൈകളും വശങ്ങളിൽ ശ്വാസം മുകളിലേക്ക് പൊന്തിച്ച് പതുക്കെ ഇരിപ്പിടത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുക. മടക്കി വെച്ച കാലിൻ്റെ പുറത്താണ് ഇട്ടിടിക്കേണ്ടത്. താടനക്രിയ. കുണ്ടലിനി ശക്തി ജാഗ്രതാവും. പ്രാണൻ സുഷുമ്നയിൽ പ്രവേശിക്കുന്ന മുഖ്യകർമ്മമാണ് മഹാബന്ധവും മഹാഭേദവും മഹാമുദ്രയും ഒന്നിച്ച് ചെയ്യുന്നത്. അധികം ഫലദായിയാണ്. നമഃ ശിവായ. ഇത്ര